കേട്ടറ്റ് പരീക്ഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അഥവാ വിദ്യാർത്ഥികളുടെ മനഃശാസ്ത്രം. ഏതൊരു അധ്യാപകനും വിദ്യാർത്ഥികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കേട്ടറ്റ് പരീക്ഷയുടെ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിലും ശരി, കാറ്റഗറി 1, 2, 3, 4 എന്നിങ്ങനെ 4 കാറ്റഗറികളിലാണല്ലോ കേട്ടറ്റ് പരീക്ഷ നടക്കുന്നത്. ഇതിൽ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിലും ശരി, നിങ്ങൾ ഭാഷാധ്യാപകനാകട്ടെ അല്ലെങ്കിൽ മറ്റധ്യാപകരാവട്ടെ, ഏത് പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നെങ്കിലും ശരി, കേട്ടറ്റിന്റെ ഏത് കാറ്റഗറി പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നെങ്കിലും ശരി, അതിലൊക്കെയും തന്നെ വിദ്യാഭ്യാസ സൈക്കോളജി സംബന്ധമായിട്ടുള്ള 30 ചോദ്യങ്ങളെങ്കിലും ഉണ്ടായിരിക്കും. അഥവാ 30 മാർക്ക് നേടിയെടുക്കുവാൻ ഈ വിഷയം പഠിച്ചാൽ നമുക്ക് സാധ്യമാണ്. 82 മാർക്ക് നേടിയാൽ OBCയിൽപ്പെട്ടവർക്ക് കേട്ടറ്റ് വിജയിക്കാൻ സാധിക്കും എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമൊന്നുമല്ല. വളരെ രസകരവും വളരെ ലളിതവുമായി നമുക്ക് പഠിച്ചു തീർക്കാവുന്ന, മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇത് പല ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ നടക്കാൻ പോകുന്നത്. അതിൻ്റെ 1ാമത്തെ ക്ലാസ്സാണ് ഇത്. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ ഓരോ പാഠഭാഗത്തും കഴിഞ്ഞ കാല പരീക്ഷകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവുക. അതുകൊണ്ട് ഓരോ പാഠഭാഗത്തു നിന്നും എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ മനഃശാസ്ത്ര ഭൂമിക എന്ന ഡോക്ടർ കെ ശിവരാജൻ എഴുതിയ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വിഷയമായി നമ്മുടെ ക്ലാസ്സുകൾ നടക്കാൻ പോകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി B.Ed സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് ഇത്. ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പുസ്തകവും മലയാളത്തിലുള്ള പുസ്തകവും ലഭ്യമാണ്. നമ്മൾ മലയാളത്തിലുള്ള പുസ്തകമാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത്. കാറ്റഗറി 4-ൽ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കാറ്റഗറി 3-ൽ ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇംഗ്ലീഷിലായിരുന്നാലും മലയാളത്തിലായിരുന്നാലും കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. മലയാളത്തിൽ എഴുതിയ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ വന്നാലും എഴുതാൻ സാധിക്കും. അതുകൊണ്ട് മലയാളത്തിലുള്ള ഈ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ക്ലാസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പേജുകളിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണ് എന്നാണ് വിശദീകരിക്കുന്നത്. അതും മനഃശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ഭാഗത്ത് വിശദീകരിക്കുന്നത്. അതത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് തോന്നുന്നില്ല. ആ വിഷയകമായിട്ട് അധിക ചോദ്യങ്ങളൊന്നും കഴിഞ്ഞ കാലത്തെ കേട്ടറ്റ് പരീക്ഷകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുമില്ല. അതുകൊണ്ട് ആ ഭാഗം ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ആ വിഷയകമായിട്ട് ഞാൻ കണ്ട അപൂർവം ചോദ്യങ്ങളിൽ ഒന്ന് ഇവിടെ സൂചിപ്പിക്കാം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം സയൻസ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം സയൻസ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് നോൺ ആസ് എ സയൻസ് ബിക്കോസ്. എന്താണ്? 4 കാരണങ്ങൾ 4 ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു. അതിലേതാണ് ശരി എന്നാണ് നമ്മൾ പറയേണ്ടത്. മനുഷ്യന്റെ പഠനത്തെയും സ്വഭാവത്തെയും പ്രതിപാദിക്കുന്നത് കൊണ്ട് അതൊരു സയൻസ് ആവുന്നു എന്നാണ് 1ാമത് എ എന്ന ഓപ്ഷൻ. ഒരിക്കലും തന്നെ മനുഷ്യന്റെ പഠനത്തെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം സയൻസ് ആവുകയില്ല. സി എന്ന ഓപ്ഷൻ നമുക്ക് പരിശോധിക്കാം. നിരീക്ഷണത്തിലൂടെ പഠിക്കുന്ന സ്വാഭാവിക സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, നിരീക്ഷണത്തിലൂടെ പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും സയൻസ് ആവുകയില്ല. സ്വാഭാവിക സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടും അതിനെ സയൻസ് എന്ന് പറയാൻ കഴിയില്ല. വിദ്യാഭ്യാസ മേഖലയിലുള്ള മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കൊണ്ട്, വിദ്യാഭ്യാസ മേഖലയിലുള്ള മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്ന എല്ലാ ലേഖനങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അത് ഒരിക്കലും സയൻസ് ആവുന്നില്ല. ശാസ്ത്രീയ മാർഗത്തിലൂടെ മനുഷ്യ സ്വഭാവം പഠിക്കുന്നത് കൊണ്ട് എന്ന ബി എന്ന ഓപ്ഷനാണ് ഇതിൽ ശരിയായ ഉത്തരം. ശാസ്ത്രീയ മാർഗത്തിലൂടെ പഠിക്കുന്നതാണ് സയൻസ്. അതിന് വ്യക്തമായ സ്റ്റെപ്പുകളും രീതികളുമൊക്കെ ഉണ്ട്. അത് ആ രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഒരു കാര്യത്തെക്കുറിച്ച് സയൻസ് എന്ന് പറയുകയുള്ളൂ. അല്ലാതെ ഊഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്
അല്ലെങ്കിൽ എന്തെങ്കിലും പാരമ്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊക്കെ പഠനം നടത്തുകയാണെങ്കിൽ അതിനൊരിക്കലും സയൻസ് എന്ന് പറയുക സാധ്യമല്ല. ശാസ്ത്രീയ മാർഗത്തിലൂടെ മനുഷ്യ സ്വഭാവം പഠിക്കുന്നത് കൊണ്ടാണ് ഇതിനെ സയൻസ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പഠന രീതികളെ കുറിച്ചാണ് നമ്മൾ ആദ്യമായി പറയുന്നത്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താണ് വിദ്യാഭ്യാസം എന്നാണ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് ഒരു കുട്ടി പഠിക്കുന്നത്? ഒരു കുട്ടിയിൽ നല്ല രീതിയിലുള്ള അഥവാ നന്മയിലേക്കുള്ള പരിവർത്തനങ്ങൾ അഥവാ നല്ല പരിവർത്തനങ്ങൾ ഒരു കുട്ടിയിൽ വരുത്തുക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഒരു കുട്ടിയെ നന്നാക്കുക, ഒരു കുട്ടിയിൽ വ്യവഹാര പരിവർത്തനങ്ങൾ വരുത്തുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഈ പരിവർത്തനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി കൈവരിക്കാനുള്ള മാർഗം കണ്ടെത്താനാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ശ്രമിക്കുന്നത്. ഇതിനായിട്ട് മനഃശാസ്ത്രത്തിന് കുട്ടികളുടെ വികസനത്തിന്റെ സ്വഭാവത്തെയും അവരുടെ പ്രവർത്തനങ്ങളുടെ ശൈലിയെയും കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ക്ലാസ്സിലും ക്ലാസ്സിന് പുറത്തും വെച്ച് ശിശുക്കളെ അഥവാ കുട്ടികളെ പഠിക്കാൻ കഴിയുന്നത്ര ശാസ്ത്രീയമായ രീതികൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അവയ്ക്ക് അവലംബിച്ചുകൊണ്ടാണ് പഠനങ്ങൾ നടത്തേണ്ടത്. അപ്പൊ എങ്ങനെയാണ് കുട്ടികളെ കുറിച്ച് പഠിക്കുക? എന്തെല്ലാം പഠന രീതികളാണ് അതിനുവേണ്ടി അവലംബിക്കേണ്ടത്? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ക്ലാസ്സിനകത്തും പുറത്തുമൊക്കെ വെച്ച് കുട്ടികളെ പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ, കുട്ടികളെ കുറിച്ച് വിലയിരുത്തുവാനൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് ഈ പറയുന്ന 5 മെത്തേഡുകൾ. ആത്മപരിശോധനാ രീതി, നിരീക്ഷണ രീതി, പരീക്ഷണ രീതി, സർവേ രീതി, ചികിത്സാ രീതി. ആത്മപരിശോധനാ രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്, നിരീക്ഷണ രീതി ഒബ്സർവേഷൻ മെത്തേഡ്, പരീക്ഷണ രീതി എക്സ്പെരിമെന്റൽ മെത്തേഡ്, സർവേ രീതി സർവേ മെത്തേഡ്, ചികിത്സാ രീതി ക്ലിനിക്കൽ മെത്തേഡ്. ഈ 5 രീതികൾ, ഈ 5 മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുട്ടികളെ ക്ലാസ്സിനകത്ത് വെച്ചും ക്ലാസ്സിന് പുറത്ത് വെച്ചും ഒക്കെ കുട്ടികളെ പഠിക്കുവാൻ നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ആദ്യത്തെ മെത്തേഡായ ആത്മപരിശോധനാ രീതിയെക്കുറിച്ച് അഥവാ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിനെ കുറിച്ച് പഠിക്കാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ രീതി വികസിപ്പിച്ചെടുത്തത് എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് W. വുണ്ട് എന്നാണ്. W. വുണ്ട് എന്ന മനഃശാസ്ത്രജ്ഞനാണ് ആത്മപരിശോധനാ രീതി വികസിപ്പിച്ചെടുത്തത്. ഈ രീതിയുടെ പ്രത്യേകത മനഃശാസ്ത്ര പഠനങ്ങൾക്കായുള്ള ഏറ്റവും പഴയ രീതിയാണ് ആത്മപരിശോധനാ രീതി എന്നതാണ്. അതായത് ആത്മപരിശോധനാ രീതി എന്ന് പറഞ്ഞാൽ സ്വന്തം വ്യവഹാരങ്ങളെക്കുറിച്ച് സ്വയം നടത്തുന്ന ആന്തരിക പരിശോധന, അതാണ് ആത്മപരിശോധനാ രീതി. ഈ ആത്മപരിശോധന അഥവാ ഇൻട്രോസ്പെക്ഷൻ എന്ന വാക്കിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് നോക്കുക എന്നാണ്. അതായത് ഒരാൾ സ്വന്തം മനസ്സിലേക്ക് നോക്കുക, സ്വന്തത്തിലേക്ക് തന്നെ ഒരാൾ നോക്കുക. തനിക്ക് ദേഷ്യമുണ്ടാകുമ്പോൾ തന്നിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് സ്വയം നിരീക്ഷിക്കുക, സ്വന്തത്തെ സ്വയം നിരീക്ഷിക്കുക. അതായിരുന്നു ഏറ്റവും പഴയ രീതി. മനഃശാസ്ത്ര പഠനങ്ങൾക്കായുള്ള ഏറ്റവും പഴയ രീതി അങ്ങനെയായിരുന്നു. സ്വന്തം വികാരങ്ങളെക്കുറിച്ച് സ്വയം തന്നെ നിരീക്ഷിക്കുക. ഈ ആത്മപരിശോധനാ രീതിയുടെ ഒരു കുഴപ്പം ഇത് പലപ്പോഴും അസാധ്യമാണ് എന്ന് തന്നെയാണ്. അതായത് ഒരാൾക്ക് ദേഷ്യം വരുന്ന നേരത്ത് തൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് അയാൾക്ക് വസ്തുനിഷ്ഠമായിട്ട് കാണാനാവില്ല. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. തനിക്ക് വലിയ സന്തോഷം വരുമ്പോൾ അല്ലെങ്കിൽ തനിക്ക് വലിയ ദുഃഖം വരുന്ന നേരത്ത് തൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്ന് സ്വയം തന്നെ വിലയിരുത്തുവാൻ ഒരാൾക്ക് കഴിയില്ല. അതിന് കുറേ പരിമിതികളുണ്ട്. രണ്ടാമതായിട്ട് അങ്ങനെ ഞാനൊന്ന് എൻ്റെ ദുഃഖം വരുമ്പോൾ എനിക്കെന്ത് സംഭവിച്ചു എന്ന് സ്വയം ഒന്ന് വിലയിരുത്തട്ടെ എന്ന് പരിശോധിക്കാൻ ഒരാൾ മുതിരുമ്പോൾ അയാളുടെ ദേഷ്യം അല്ലെങ്കിൽ അയാളുടെ സങ്കടമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. അഥവാ പഠിക്കുന്ന സമയത്ത് അയാൾക്ക് കോപമുണ്ടാവില്ല. കോപമൊക്കെ കഴിഞ്ഞു പോയതിന് ശേഷമാണ് അയാൾ കോപത്തെക്കുറിച്ച് പഠിക്കുന്നത്. അഥവാ കുറച്ച് മുമ്പ് എന്ന് നടന്നിരുന്നു എന്നാണ് അയാൾക്ക് പഠിക്കാൻ സാധിക്കുക. അത് അയാൾ ഇങ്ങനെ ഓർത്തെടുക്കണം. അങ്ങനെ ഓർത്തെടുക്കുന്ന നേരത്ത് അതിൽ പല കുഴപ്പങ്ങളും സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇത് പരിപൂർണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല ഈ ആത്മപരിശോധനാ രീതി. അതിന് അങ്ങനെ ഒരു കുഴപ്പം ഈ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിൽ അഥവാ ആത്മപരിശോധനാ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും.
രണ്ടാമത്തെ രീതിയാണ് നിരീക്ഷണ രീതി അഥവാ ഒബ്സർവേഷൻ മെത്തേഡ്. നേരത്തെ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഒരാൾ സ്വന്തം ഉള്ളിലേക്ക് സ്വയം തന്നെ നിരീക്ഷിക്കുന്നതിനെയാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഉള്ളിലേക്ക്, സ്വന്തം ഉള്ളിലേക്കല്ല വെളിയിലേക്കാണ് നോക്കുന്നത്. ഒരാൾ മറ്റൊരാളെ നിരീക്ഷിക്കുക. അതായത് ഒരാളെ സ്വാഭാവിക സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ മറ്റു വ്യക്തികൾ പരിശോധിച്ചറിയുന്നതിനെയാണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരാളെ മറ്റുള്ളവർ നിരീക്ഷിക്കുന്നു, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നത് അവർ രേഖപ്പെടുത്തുന്നു, എന്നിട്ട് ആ വിവരത്തെ അപഗ്രഥിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഇവിടെ മനഃശാസ്ത്രമാണ് മനസ്സിൽ എന്ത് നടക്കുന്നു എന്നാണ് അറിയേണ്ടത്. ഇവിടെ മനസ്സിൽ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഒരാളുടെ പ്രത്യക്ഷത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അയാളുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന്. ഒരാളുടെ പ്രവർത്തനം, അയാളുടെ ഉള്ളിൽ ദേഷ്യമാണുള്ളതെങ്കിൽ അയാളുടെ ഹാവഭാവങ്ങൾ അങ്ങനെ ആയിരിക്കും. ഒരാൾ സന്തോഷവാനാണെങ്കിൽ അയാളെ നിരീക്ഷിച്ചാൽ അയാൾ സന്തോഷവാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ആ രീതിയാണ് നിരീക്ഷണ രീതി. അങ്ങനെ ബാഹ്യ വ്യവഹാരങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ മാനസിക പ്രക്രിയകൾ മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒബ്സർവേഷൻ മെത്തേഡ് പല രീതിയിലുണ്ട്. അത് പ്രത്യക്ഷമോ പരോക്ഷമോ ആവാം, നിയന്ത്രിത സാഹചര്യത്തിൽ നടക്കുന്നതോ അല്ലാത്തതോ ആവാം, നിരീക്ഷകന്റെ പങ്കാളിത്തത്തോടെ നടത്തുന്നതോ അല്ലാത്തതോ, അങ്ങനെ പല വിധത്തിലുള്ള ഒബ്സർവേഷൻ മെത്തേഡുകളുണ്ട്. ഈ മെത്തേഡുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ക്ലാസ്സിലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനായി ഒരു ടീച്ചർ ആ കുട്ടികളുടെ കൂടെ ചേരുകയും അവരുടെ കൂടെ പലതരം പരിപാടികളിൽ പങ്കുചേരുകയും ചെയ്തു. ഇവിടെ അധ്യാപിക അവലംബിച്ച രീതി ഏതാണ്? ഭാഗഭാഗിത്വമില്ലാത്ത നിരീക്ഷണം, കേസ് സ്റ്റഡി, ഭാഗഭാഗിത്വ നിരീക്ഷണം, സാമൂഹ്യമിതി. ഇതിൽ ഏത് രീതിയാണ് ആ ടീച്ചർ അവലംബിച്ചിരിക്കുന്നത് എന്നതാണ് ചോദ്യം. ഇവ ക്ലാസ്സിലെ കുറെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ടീച്ചർ ഒരു രീതി കണ്ടെത്തുകയാണ്. അതായത് ആ കുട്ടികളുടെ കൂടെ ചേർന്നുകൊണ്ട് അവരുടെ കൂടെ പല പരിപാടികളിലും പങ്കെടുത്തുകൊണ്ട് ആണ് ആ ടീച്ചർ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇത് ഉത്തരം സി ആണ്, ഭാഗഭാഗിത്വ നിരീക്ഷണം. അഥവാ അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ കളികളിലൊക്കെ ഭാഗം ചേർന്നുകൊണ്ട് അതിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് അവരെ നിരീക്ഷിക്കുക, അവരെ കൂടെ കൂടിയിട്ട് അവരെ നിരീക്ഷിക്കുക. ആ രീതിയാണ് ആ ടീച്ചർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിരീക്ഷണം തന്നെ പല രൂപത്തിലുണ്ട് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഒന്നിൽ ഭാഗഭാഗിത്വം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ കൂടെ കൂടുക, ആ കുട്ടികളുടെ കൂടെ കൂടിക്കൊണ്ട് അവരെ നിരീക്ഷിക്കുക. അതിനാണ് ഭാഗഭാഗിത്വ നിരീക്ഷണം എന്ന് പറയാം. ഇനി കൂട്ടത്തിൽ കൂടാതെ മാറി നിന്നുകൊണ്ട്, അകലെ നിന്നുകൊണ്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ നിരീക്ഷിക്കാൻ സാധിക്കും. അതാണ് ഭാഗഭാഗിത്വം ഇല്ലാത്ത നിരീക്ഷണം എന്ന് എ ഓപ്ഷൻ ആയിക്കൊണ്ട് പറഞ്ഞത്. അപ്പൊ ഇതിൽ കുട്ടികളുടെ കൂടെ ചേരുകയാണ്. അതുകൊണ്ട് ഇത് ഭാഗഭാഗിത്വ നിരീക്ഷണമാണ്. ഒബ്സർവേഷന്റെ ഒരു രീതിയാണ് ഭാഗഭാഗിത്വ നിരീക്ഷണം. അപ്പൊ ഉത്തരം സി. പല വിധത്തിലുള്ള മേന്മകളും ഗുണങ്ങളും ഉണ്ടെങ്കിലും ശരി, ഈ രീതിക്ക് അഥവാ നിരീക്ഷണ രീതിക്ക് അതിൻ്റെതായ ചില കുഴപ്പങ്ങളുണ്ട്. പ്രധാനമായി ഒരു വ്യക്തിയുടെ നിരീക്ഷ വ്യവഹാരങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രമേ ഈ രീതി പ്രയോജനപ്പെടുകയുള്ളൂ എന്നതാണ്. നിരീക്ഷ വ്യവഹാരങ്ങൾ അഥവാ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന വ്യവഹാരങ്ങൾ മാത്രമേ നമുക്കിങ്ങനെ നിരീക്ഷിക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം, മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിലുള്ളത് എന്താണ് എന്ന് മറച്ചു വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ മുതിർന്നവർക്ക് സാധിക്കും. നാം അവരെ നിരീക്ഷിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ ഉള്ളിലുള്ളത് മറച്ചു വെച്ചുകൊണ്ട്, ഉള്ളിലുള്ള വികാരത്തിനെതിരായിക്കൊണ്ട് പ്രവർത്തനങ്ങൾ കാണിക്കാൻ, അഭിനയിക്കാൻ ഒക്കെ മുതിർന്നവർക്ക് സാധിക്കുമല്ലോ. അപ്പൊ അവർ പ്രത്യക്ഷത്തിൽ എന്ത് ചെയ്യുന്നോ അത് മാത്രമേ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കൂ. അവരുടെ മനസ്സിൽ എന്ത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. രണ്ടാമതായിട്ട്, ഇങ്ങനെ ഒരാളുടെ ഒരു പ്രവർത്തനം കാണുമ്പോൾ അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കുന്ന ആൾക്ക് വ്യാഖ്യാനിച്ചെടുക്കുമ്പോൾ ചില കുഴപ്പങ്ങൾ സംഭവിക്കാം.
ഈ വ്യാഖ്യാനത്തിൽ സംഭവിക്കാവുന്ന ആത്മപരതയും ഈ രീതിയുടെ ഒരു ദൗർബല്യമാണ്. അതായത് ഒരാളുടെ ഒരു പ്രവർത്തനം കാണുമ്പോൾ അയാൾ എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുവാൻ ചില ആളുകൾക്ക് വേണ്ട വിധം കഴിഞ്ഞു എന്ന് വരില്ല. പലരും പല രൂപത്തിലായിരിക്കും. അയാൾ അങ്ങനെ ചെയ്യാൻ കാരണം ഇതാണ്, അയാളുടെ മനസ്സിൽ ഇതായിരിക്കാം, അങ്ങനെ ഓരോ വ്യാഖ്യാനങ്ങൾ പലരും പല രൂപത്തിൽ നൽകിയേക്കാം. അങ്ങനെ ഒരു പോരായ്മ ഈ ഒബ്സർവേഷൻ രീതിക്കുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. അടുത്ത രീതിയാണ് പരീക്ഷണ രീതി അഥവാ എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഇതിലെ ഇനി ഞാൻ പറയാൻ പോകുന്ന ചില വാക്കുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അപരിചിതമായിരിക്കാം, പക്ഷെ അത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പരീക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഒരു ചോദക ചരവും ബന്ധപ്പെട്ട പ്രതികരണ ചരവും തമ്മിലുള്ള ബന്ധം മറ്റു ചരങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പഠിക്കുന്നതിനാണ് പരീക്ഷണ രീതി പൊതുവെ അവലംബിക്കുന്നത്. ഒരു ചോദക ചരം അഥവാ ഒരു സ്റ്റിമുലസ്, അതേപോലെ അതിനെ തുടർന്നുണ്ടാവുന്ന ഒരു റെസ്പോൺസ്, ഇവ തമ്മിലുള്ള ബന്ധം മറ്റു വേരിയബിൾസിനെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പഠിക്കുന്നതിനെയാണ് പരീക്ഷണ രീതി പൊതുവെ അവലംബിക്കുന്നത്. ഏത് ചരത്തിന്റെ സ്വാധീനമാണോ പഠനത്തിന് വിധേയമാക്കുന്നത് അതിനെ പരീക്ഷണ ചരം എന്നോ സ്വതന്ത്ര ചരം എന്നോ പറയുന്നു. ഈ സ്വാധീനത്തിന് പാത്രമാകുന്ന പ്രതികരണ ചരത്തെ ആശ്രിത ചരം എന്നും പറയുന്നു. ഇതൊരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു ഉദാഹരണം പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമുക്കൊരു ഉദാഹരണം ശ്രദ്ധിക്കാം. ഉദാഹരണമായിട്ട് ഒരാൾ ഉത്കണ്ഠക്ക് പഠനസിദ്ധിയുള്ള സ്വാധീനം പഠിക്കുകയാണ്. ഉത്കണ്ഠ അത് പഠനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു അതിനെക്കുറിച്ചുള്ള ഒരു പഠനം. അങ്ങനെ പഠിക്കുമ്പോൾ ഉത്കണ്ഠ എന്നതിനെ നമ്മൾ സ്വതന്ത്ര ചരം എന്നും പഠനസിദ്ധിയെ ആശ്രിത ചരം എന്നുമാണ് പറയുക. അങ്ങനെ ആ രണ്ട് വേർഡ്സ് നമ്മൾ അവിടെ ഓർത്തു വെക്കുക. അപ്പോൾ നമുക്കറിയാം, ഉത്കണ്ഠ ഒരു പരിധിയിലപ്പുറത്തേക്കായാൽ പഠിക്കാൻ കഴിയില്ല, പരീക്ഷയ്ക്ക് എഴുതാൻ തന്നെ കഴിയില്ല. പരീക്ഷയുടെ കാലം വരുമ്പോൾ തന്നെ ഒരു ഭയമായിരിക്കും ഉണ്ടാവുക, അവർക്ക് എഴുതാൻ കഴിയാത്തൊരവസ്ഥ വരും. എന്നാൽ ഉത്കണ്ഠ ഒരർത്ഥത്തിൽ നല്ലതുമാണ്. കാരണം ആ ഉത്കണ്ഠ ഉണ്ടാകുമ്പോഴാണ് പഠിക്കാനുള്ള ഒരു താല്പര്യം കുട്ടിയിൽ ഉണ്ടാവുക. അങ്ങനെ രണ്ട് കാര്യങ്ങൾ അതുകൊണ്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഉത്കണ്ഠ പഠനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന വിഷയം ഒരാൾ പഠിക്കുകയാണ്. അപ്പോൾ പഠനത്തെ സ്വാധീനിക്കുന്ന വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയെല്ലാം മാറ്റി നിർത്തിയിട്ട് ഇവിടെ ഉത്കണ്ഠയെ മാത്രം എടുക്കുന്നു. ഉത്കണ്ഠ എങ്ങനെയാണ് പഠന സിദ്ധിയെ സ്വാധീനിക്കുന്നത് എന്ന കാര്യമാണ് പഠിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളും നിയന്ത്രിത സാഹചര്യങ്ങൾ അവ മൂലമുണ്ടാകുന്ന മാറ്റങ്ങളും വസ്തുനിഷ്ഠമായി നിരീക്ഷിച്ചാണ് ഈ ബന്ധങ്ങൾ കണ്ടെത്തുന്നത്. നമുക്കറിയാം, വ്യവഹാരത്തെ പറ്റി പഠിക്കാൻ പ്രയോഗിക്കുന്ന രീതികളിൽ വെച്ച് ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ രീതിയാണ് പരീക്ഷണ രീതി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു പോയിന്റാണ്. വ്യവഹാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ പ്രയോഗിക്കുന്ന രീതികളിൽ വെച്ച് ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ രീതിയാണ് പരീക്ഷണ രീതി. ഇനി ഈ വിഷയകമായിട്ട് വന്ന ഒരു ചോദ്യം, കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ചോദ്യം. ഈ ചോദ്യം നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് എന്ന് കാണാം. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കാര്യം തന്നെയാണ് ഇവിടെ ചോദ്യമായി വന്നിരിക്കുന്നത്. കുട്ടികളിലെ ഉത്കണ്ഠ അവരുടെ പഠനസിദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുവാൻ ബാക്കി എല്ലാ ചരങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടുള്ള പഠന രീതി ഏതാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ കാര്യം, അഥവാ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ വരികൾ തന്നെയാണ് ചോദ്യമായി നൽകിയിരിക്കുന്നത്. ഉത്കണ്ഠ കുട്ടികളുടെ പഠനസിദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുവാൻ വേണ്ടി ബാക്കി എല്ലാ ചരങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടുള്ള പഠന രീതി ഏതാണ്? സർവേ രീതി, പരീക്ഷണ രീതി, നിരീക്ഷണ രീതി, കേസ് സ്റ്റഡി. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരീക്ഷണ രീതിയെക്കുറിച്ചാണ്, അഥവാ എക്സ്പെരിമെൻ്റൽ മെത്തേഡിനെ കുറിച്ചാണ്. ആ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പഠനം നടത്തുക. മറ്റൊരു രീതിയാണ് സർവേ രീതി, സർവേ മെത്തേഡ്. നമുക്കറിയാം, സർവേ രീതി എന്ന് പറയുമ്പോൾ പലതരം സർവേകൾ നിലവിലുണ്ട്. നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു പദമാണ് സർവേ. സർവേകളുടെ കൂട്ടത്തിൽ ഒന്നാണ് ചരിത്രപരമായ സർവേ.
അതിൽ പഠനവിധേയമാക്കുന്ന ഭൂതകാലത്തെ സംബന്ധിച്ച പ്രസക്തമായ വിവരങ്ങൾ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് പഠിച്ച് ശേഖരിക്കുന്നു. അതാണ് ചരിത്രപര സർവേ. ജനസംഖ്യാ സർവേ അഥവാ സെൻസസ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ജനസംഖ്യാ സർവേയിൽ പഠനവിധേയമാക്കുന്ന സംഘത്തിലെ എല്ലാ അംഗങ്ങളെയും സംബന്ധിച്ച പ്രസക്തമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു രീതിയാണ് സാമ്പിൾ സർവേ. ഈ സാമ്പിൾ സർവേയിൽ എല്ലാവരോടും കാര്യങ്ങൾ ചോദിക്കുന്നില്ല, എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നില്ല. ഇതിൽ ആദ്യമായി സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ ഉപയോഗിച്ച് ജനസംഖ്യയെ പ്രതിനിധീകരിക്കുന്ന ഒരു സാമ്പിളിനെ തിരഞ്ഞെടുക്കും. അഥവാ കുറച്ച് ആളുകളെ തിരഞ്ഞെടുക്കും. സമൂഹത്തിലെ എല്ലാവിധ തലങ്ങളിൽപ്പെട്ട ആളുകളെ ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ഒരു സാമ്പിളിനെയാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിലെ അംഗങ്ങളിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ സമാഹരിക്കുകയാണ് ചെയ്യുക. തുടർന്ന് ഈ ഡാറ്റകളൊക്കെ അപഗ്രഥിച്ച് കിട്ടുന്ന ഫലങ്ങൾ ഉപയോഗിച്ച് ജനസംഖ്യയെക്കുറിച്ച് അനുമാനങ്ങൾ എത്തിച്ചേരുകയാണ് ചെയ്യുക. അങ്ങനെയാണ് സാമ്പിൾ സർവേ നടക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള സർവേകളുണ്ട്. സർവേ രീതി നമുക്ക് പരിചിതമായത് കൊണ്ട് തന്നെ ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഈ സർവേ രീതിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷെ അതിന് ചില കുഴപ്പങ്ങളുണ്ട്. അതിലുള്ള പ്രധാനപ്പെട്ട കുഴപ്പങ്ങളിൽ ഒന്നാണ് ഇത് നിരവധി വ്യക്തികളിൽ നിന്നാണ് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റകളുടെ വിശ്വാസ്യതയും സാധുതയും പലപ്പോഴും സംശയാസ്പദമായിരിക്കും. രണ്ടാമതായിട്ട് ഈ സർവേ നടത്തുന്ന വ്യക്തി തന്നെ കിട്ടുന്ന ഡാറ്റകളെ മനഃപൂർവ്വം മാറ്റിമറിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സർവേ രീതിക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. സർവേ രീതി നമ്മുടെ രാജ്യത്ത് പല കാര്യങ്ങളിലും പ്രയോഗിച്ചു വരുന്ന ഒരു രീതി തന്നെയാണ്. പക്ഷെ അതിന് ഇങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഞ്ചാമത്തെ മെത്തേഡാണ് ചികിത്സാ രീതി അഥവാ ക്ലിനിക്കൽ മെത്തേഡ്. അപസമായോജിതനോ അംഗീകൃത ശൈലിക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നവനോ ആയ ഒരു വ്യക്തി അഥവാ ഒരു വികൃതിയായ കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ആ കുട്ടിയുടെ വ്യവഹാര സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ചികിത്സാ രീതി. എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇത്രയേറെ വികൃതി കളിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ കുട്ടി പറഞ്ഞത് അനുസരിക്കാത്തത്? എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നൊക്കെ പഠിക്കുന്ന രീതിയാണ് ചികിത്സാ രീതി, ക്ലിനിക്കൽ മെത്തേഡ്. അങ്ങനെ ഒരു കുട്ടിയെ കുറിച്ച് പഠിക്കുമ്പോൾ ആ കുട്ടിയെ ഒരു കേസ് എന്നാണ് പറയുക. ആ കേസിനെ കുറിച്ചുള്ള പഠനം, അതാണ് ക്ലിനിക്കൽ മെത്തേഡ്. അങ്ങനെ ഒരു കേസിനെ കുറിച്ച് പഠിക്കുന്നതിനാൽ ഈ രീതിയെ കേസ് സ്റ്റഡി അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി എന്നൊക്കെയാണ് വിളിക്കുക. കേസ് സ്റ്റഡി അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി രീതി എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. ഇവിടെ ഈ ചികിത്സാ പഠനത്തിൽ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറച്ചായിട്ട് പഠിക്കുന്നതിന് പകരം ഒരു വ്യക്തിയുടെ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് ആഴത്തിൽ പഠിക്കുന്ന രീതിയാണ് സ്വീകരിക്കാറുള്ളത്. ഒരു കേസിനെ സംബന്ധിച്ച് അഥവാ ആ പ്രശ്നം സൃഷ്ടിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ച്, കേസിനെ കുറിച്ച് വിശദവും വസ്തുനിഷ്ഠവുമായ വിവരണവും വിശദീകരണവുമാണ് കേസ് സ്റ്റഡിയുടെ സവിശേഷത. ഇത്തരത്തിൽ പൂർണ്ണവും വിശദവുമായ ഒരു പഠനത്തിന് ആ കേസിനെ നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും. ആ കേസുമായിട്ട് നമ്മൾ അഭിമുഖം നടത്തേണ്ടി വരും, വൈദ്യപരിശോധനകൾ നടത്തേണ്ടി വരും, വിവിധ തരത്തിലുള്ള മനഃശാസ്ത്രപരമായ ടൂൾസ് ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ കേസിനെ കുറിച്ച് പഠിക്കുക. ആ കേസിന്റെ വർത്തമാന കാലങ്ങളിലെ ജീവിതത്തെ സംബന്ധിച്ച വിവരങ്ങൾ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ശേഖരിച്ച് അതിങ്ങനെ കാലക്രമം അനുസരിച്ച് ചിട്ടയായിട്ട് ക്രമീകരിച്ച് സൂക്ഷിക്കും. എന്നിട്ട് ആ ഡാറ്റകളെ സൂക്ഷ്മമായിട്ട് അപഗ്രഥിച്ച് എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞതനുസരിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വികൃതി കാണിക്കുന്നു, അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് പരിഹാര പരിപാടികൾ ആസൂത്രണം ചെയ്യുക. അതാണ് കേസ് സ്റ്റഡി എന്ന രീതി. ഇത് സംബന്ധമായിട്ട് കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഇഫ് എ സ്റ്റുഡന്റ് ഓഫ് യുവർ ക്ലാസ് എക്സിബിറ്റ്സ് സം ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ്, what suitable method will you adopt for tackling the problem? നിങ്ങളെ ക്ലാസ്സിലെ ഒരു കുട്ടി ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് പരിഹരിക്കുവാൻ വേണ്ടി ഏത് മെത്തേഡാണ് ഉപയോഗപ്പെടുത്തുക എന്നാണ് ചോദിക്കുന്നത്.
സർവേ മെത്തേഡാണോ, കേസ് സ്റ്റഡി ആണോ, ക്ലിനിക്കൽ സ്റ്റഡി ആണോ, എക്സ്പെരിമെന്റൽ സ്റ്റഡി ആണോ എന്നാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കേസ് സ്റ്റഡിയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഉത്തരം ബി. ഇതുവരെ നമ്മൾ വിശദീകരിച്ചത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ അഥവാ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ചില പഠന രീതികളെ സംബന്ധിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ പറയുന്നത് കുട്ടികളുടെ അഥവാ വിദ്യാർത്ഥികളുടെ ഡാറ്റകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ടൂൾസുകളെ സംബന്ധിച്ചാണ്, ചില ഉപകരണങ്ങളെ സംബന്ധിച്ച്. 7 തരത്തിലുള്ള ടൂൾസാണ് പ്രധാനമായിട്ടും വിവരശേഖരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ദത്ത ശേഖരണത്തിനുള്ള ഉപകരണങ്ങൾ, ദത്ത എന്ന് പറഞ്ഞ ഡാറ്റ ശേഖരണത്തിനുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായും 7 എണ്ണമാണ്. ഒന്ന് ടെസ്റ്റ്, അതിന് മലയാളത്തിൽ ശോധകം എന്നാണ് പറയുക. ശോധകം എന്ന വാക്കിനേക്കാൾ ഒരുപക്ഷെ ടെസ്റ്റ് എന്ന വാക്കായിരിക്കും നമുക്ക് പരിചിതമായിട്ടുണ്ടാവുക. രണ്ടാമത്തത് അനക്ഡോട്ടൽ റെക്കോർഡ്, സംഭവ വിവരണ രേഖ. അതെന്താണ് എന്ന് നമ്മൾ വിശദീകരിക്കും. മൂന്നാമത്തത് ക്യുമുലേറ്റീവ് റെക്കോർഡ് അഥവാ സഞ്ചിത രേഖ. നാലാമത്തത് ചെക്ക് ലിസ്റ്റ്. 5 റേറ്റിംഗ് സ്കെയിൽ. 6 ക്വസ്റ്റ്യനെയർ അഥവാ ചോദ്യാവലി. 7 സൈക്കോളജിക്കൽ ടെസ്റ്റ് അഥവാ മനഃശാസ്ത്ര ശോധകം. ഇങ്ങനെ 7 രേഖകൾ, 7 ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡാറ്റകൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം നമുക്ക് ടെസ്റ്റിനെ കുറിച്ച് അഥവാ ശോധകത്തെ കുറിച്ച് പരിശോധിക്കാം. ടെസ്റ്റ് എന്താണ് എന്ന് നമ്മൾ വിശദീകരിക്കേണ്ട വിധം ആവശ്യമില്ലാത്ത വിധം സർവ്വസാധാരണമാണ് ടെസ്റ്റ്. വിവിധ തരത്തിലുള്ള പരിശോധനകൾക്ക് ഈ ടെസ്റ്റുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നേരത്തെ പലതരം ടെസ്റ്റുകളെ ടൂൾസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അതൊക്കെ ഒരർത്ഥത്തിൽ ടെസ്റ്റായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാം. പക്ഷേ പ്രത്യേകമായ ഒരർത്ഥത്തിൽ നമ്മൾ ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരാളിൽ നിന്ന് വാചികമോ, എന്നാൽ വാക്കാലോ അല്ലെങ്കിൽ ലിഖിതമോ അല്ലെങ്കിൽ പ്രവൃത്തി രൂപത്തിലോ ആയ പ്രതികരണങ്ങൾ ആവശ്യപ്പെടുന്ന നിരവധി ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു പരിശോധന ഉപകരണം, അതിനാണ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. കുറേ ചോദ്യങ്ങൾ, അതിന് ഒന്നുകിൽ വാക്കാൽ മറുപടി പറയണം, അല്ലെങ്കിൽ എഴുതിയിട്ട് മറുപടി പറയണം, അല്ലെങ്കിൽ പ്രവൃത്തി രൂപത്തിൽ മറുപടി പറയണം. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു പരിശോധന ഉപകരണം, അതിനാണ് ടെസ്റ്റ് എന്ന് പറയാം. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് ഈ ടെസ്റ്റിന്റെ ഒരു ഉദാഹരണമാണ്. രണ്ടാമത്തത് അനക്ഡോട്ടൽ റെക്കോർഡ്. അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ സംഭവ വിവരണ രേഖ. അതായത് ഒരു കുട്ടിയുടെ വ്യവഹാര പഠനത്തിൽ പ്രസക്തമായ സംഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പ്, അതാണ് അനക്ഡോട്ടൽ റെക്കോർഡ്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, സ്കൂളിൽ ഇപ്പൊ നമുക്കറിയാം, അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ പല പ്രവർത്തനങ്ങളും നിരീക്ഷിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ലഭിക്കും. ക്ലാസ്സിൻ്റെ അകത്തായിരുന്നാലും പുറത്തായിരുന്നാലും അധ്യാപകനൊരു കുട്ടിയെ പലപ്പോഴായിട്ട് നിരീക്ഷിക്കുവാൻ, കുട്ടിയുടെ സ്വഭാവങ്ങളും മനോഭാവങ്ങളും വ്യക്തിത്വ സവിശേഷതകളും ഒക്കെ വ്യക്തമാക്കുന്ന പല കാര്യങ്ങളും നിരീക്ഷിക്കുവാനുള്ള അവസരം അധ്യാപകന് ലഭിക്കും. ഉദാഹരണത്തിന്, സ്വന്തം സഹപാഠി എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുമ്പോൾ ആ വിദ്യാർത്ഥി ഏതു തരത്തിലാണ് പെരുമാറുന്നത്, അത് അധ്യാപകന് നിരീക്ഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. സ്കൂൾ പരിസരത്ത് നിന്നും ഒരു വിലയേറിയ വസ്തു കിട്ടിയാൽ ആ കുട്ടി എന്താണ് ചെയ്യുന്നത്, സ്വന്തം അത് കീശയിലിടുമോ അല്ലെങ്കിൽ എന്ത് ഓഫീസിൽ ഏൽപ്പിക്കുമോ, എന്ത് ചെയ്യും ആ കുട്ടി, അത് അധ്യാപകന് നിരീക്ഷിക്കാം. പരീക്ഷാ ഹാളിൽ വെച്ച് ഒരു കൂട്ടുകാരൻ നിയമവിധേയമല്ലാത്ത ഒരു സഹായത്തിന് അപേക്ഷിച്ചാൽ, അഥവാ എഴുതിക്കൊണ്ടിരിക്കുന്ന ഉത്തരം കാണിച്ചു കൊടുക്കാനോ മറ്റോ ആവശ്യപ്പെട്ടാൽ ഈ കുട്ടി എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്, ഇതൊക്കെ നിരീക്ഷിക്കുവാൻ ഒരു അധ്യാപകന് സാധിക്കും. അങ്ങനെ അധ്യാപകൻ നമുക്ക് നിരീക്ഷിക്കുന്നു. അങ്ങനെ നിരീക്ഷിച്ച് കിട്ടുന്ന ഫലങ്ങൾ അയാൾ രേഖപ്പെടുത്തി വെക്കുന്നു. ഇതിനാണ് അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയാം. അത് വളരെ സൂക്ഷ്മമായിട്ടും വസ്തുനിഷ്ഠമായിട്ടും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇത് രേഖപ്പെടുത്തി വെക്കുന്ന നേരത്ത് 2 കോളങ്ങൾ ഉണ്ടായിരിക്കണം അതിൽ. ഒന്ന്, സംഭവിച്ച സംഭവം എന്ത് എന്ന് എഴുതി വെക്കാനുള്ള കോളം. രണ്ടാമതായിട്ട് ആ സംഭവത്തിന്റെ ഒരു വ്യാഖ്യാനം എഴുതാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു കോളം. ഇങ്ങനെയാണ് അനക്ഡോട്ടൽ റെക്കോർഡ് തയ്യാറാക്കുക. മൂന്നാമത്തതാണ്
ക്യുമുലേറ്റീവ് റെക്കോർഡ് അഥവാ സഞ്ചിത രേഖ. ഈ സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ ക്രമാനുഗതമായ രേഖയാണ് സഞ്ചിത രേഖ. ഒരു വർഷത്തിന്റെ തുടക്കം വേണമെങ്കിൽ ഒരു വർഷത്തെ കണക്ക് നമ്മൾ നോക്കുമ്പോൾ ഓരോ ദിവസവും ആ കുട്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു വന്നു, ഓരോ ദിവസവും പഠിപ്പിച്ച കാര്യങ്ങൾ കുട്ടി പിറ്റേന്ന് പഠിച്ചു വന്നിട്ടുണ്ടോ, പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എങ്ങനെയാണ് അതിന് ഉത്തരം നൽകിയിട്ടുള്ളത്, അത് ഭംഗിയായി പഠിച്ചിട്ടുണ്ടായിരുന്നുവോ, ക്ലാസ്സിൽ ടെസ്റ്റുകൾ നടക്കുമ്പോൾ ആ ടെസ്റ്റുകളിൽ ആ കുട്ടിയുടെ പ്രതികരണം അല്ലെങ്കിൽ ആ കുട്ടിക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആ കുട്ടി ക്ലാസ് റൂമിൽ മാത്രമല്ല കുട്ടിയുടെ കായികവും ബൗദ്ധികവും സാൻമാർഗികവും സാമൂഹികവുമായ എല്ലാ മേഖലകളിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ അധ്യാപകർ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇതിനെയാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയാം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടിയെ നമ്മൾ സൂക്ഷ്മമായിട്ട് മൂല്യനിർണ്ണയം നടത്തണമെങ്കിൽ ആ കുട്ടിയുടെ ദീർഘകാലത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി പരിശോധിച്ചുകൊണ്ടാണ് ആ കുട്ടിക്ക് മാർക്ക് ഇടേണ്ടത്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ വിദ്യാലയങ്ങളിൽ നടക്കുന്ന ഒരു രീതി, ഒരു പരീക്ഷ നടത്തിയിട്ട് ആ പരീക്ഷയിൽ കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആ കുട്ടിയെ വിലയിരുത്തുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. ആ രീതിക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഒരുപക്ഷെ നന്നായി ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിക്ക് പരീക്ഷയുടെ തലേ ദിവസം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പുള്ള 3-4 ദിവസങ്ങൾ നന്നായി പഠിക്കാൻ പറ്റാത്ത വിധം അസുഖമോ മറ്റു മാനസിക പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം. ആ കുട്ടിക്ക് പരീക്ഷയിൽ നന്നായിട്ട് പങ്കെടുക്കാൻ സാധിക്കുകയില്ല. പരീക്ഷയിൽ പങ്കെടുത്താൽ തന്നെ ആ കുട്ടിക്ക് ഉയർന്ന മാർക്ക് നേടാൻ കഴിയില്ല. ആ പരീക്ഷയുമായി അടുത്തു നിൽക്കുന്ന ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണത്താലാണ് അങ്ങനെ മാർക്ക് ലഭിക്കാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയെക്കുറിച്ച് പൂർണ്ണമായിട്ട് വിലയിരുത്തണമെങ്കിൽ ഒരു ക്യുമുലേറ്റീവ് റെക്കോർഡ് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ആ കുട്ടിയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ ഓരോ സംഭവങ്ങളും ക്രമപ്രകാരം എഴുതി വെക്കുന്ന ഒരു രേഖ, അതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ അനക്ഡോട്ടൽ റെക്കോർഡിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അനക്ഡോട്ടൽ റെക്കോർഡും ക്യുമുലേറ്റീവ് റെക്കോർഡും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അത് രണ്ടും ഒന്നാണെന്ന് നമ്മൾ ധരിക്കരുത്. അനക്ഡോട്ടൽ റെക്കോർഡിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ചില പ്രസക്തമായ ചില സംഭവങ്ങൾ മാത്രം രേഖപ്പെടുത്തി വെച്ച ഒരു റെക്കോർഡാണ്. അത് പ്രസക്തമായ കാര്യങ്ങൾ മാത്രമേ അതിൽ ഉണ്ടാവുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ അധ്യാപകൻ നിരീക്ഷിച്ച് എഴുതുകയാണ് ചെയ്യുക. എന്നാൽ സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട രേഖ, അതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഇത് സംബന്ധമായിട്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ കഴിവുകളും മികച്ച പ്രകടനങ്ങളും നൈപുണികളും രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖ ഏതാണ് എന്ന്. സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് എ സ്റ്റുഡൻസ് വർക്ക് ദാറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് ദ സ്റ്റുഡൻസ് സ്കിൽസ് ആൻഡ് അക്കംപ്ലിഷ്മെന്റ്സ് ക്യാൻ ബി കോൾഡ് അനക്ഡോട്ടൽ റെക്കോർഡ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, പോർട്ട്ഫോളിയോ, കേസ് ഹിസ്റ്ററി. ഇതിൽ ഏതാണ് ശരി എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ചിത്രത്തിൽ സി എന്നതിന് നേരെ ശരിയിട്ടിരിക്കുന്നു. അത് ശരിയായത് കൊണ്ടല്ല, ഞാൻ ഈ ചോദ്യപേപ്പർ കളക്ട് ചെയ്തപ്പോൾ അതിനു മുമ്പ് ആ ചോദ്യം എഴുതിയ പരീക്ഷ എഴുതിയ വ്യക്തി രേഖപ്പെടുത്തിയ ഒരു ശരിയാണ് അതിൽ കാണുന്നത്. അയാൾ എഴുതിയ ഉത്തരമാണ് അയാൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ശരിയാവണമെന്നില്ല. അതല്ല ശരി എന്ന് നമുക്കറിയാം. പോർട്ട്ഫോളിയോ അല്ല. കുട്ടിയുടെ കഴിവുകളും മികച്ച പ്രകടനങ്ങളും നൈപുണികളും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖയുടെ പേര് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്നാണ് എന്ന് നമ്മളിപ്പോൾ പഠിക്കുകയുണ്ടായി. അതാണ് ശരിയായ ഉത്തരം. ഇങ്ങനെ പല ചോദ്യങ്ങളും കേട്ടറ്റ് പരീക്ഷകളിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 4ാമത്തെ ടൂളാണ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുട്ടിയെ നിരീക്ഷിക്കാൻ പോവുകയാണ്. കുട്ടിയിൽ 20 കാര്യങ്ങൾ ഉണ്ടോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. 20 വ്യത്യസ്തമായ ഗുണങ്ങൾ ഈ കുട്ടിയിൽ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണം. അതിനാദ്യം ആ 20 കാര്യങ്ങൾ നമ്മൾ താഴെയായിട്ട് എഴുതി വെക്കും. അതിനുശേഷം നമ്മൾ ആ കുട്ടിയെ നിരീക്ഷിക്കുകയാണ്. നിരീക്ഷിക്കുമ്പോൾ ആ കുട്ടിയിൽ ഒരു കാര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ കാര്യത്തിന് നേരെ നമ്മൾ ഒരു ടിക്ക് അടയാളപ്പെടുത്തുന്നു. പിന്നീട് മറ്റൊരു ഗുണം ആ കുട്ടിയിലുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അതിന് നേരെ ടിക്ക് അടയാളപ്പെടുത്തും, ഇല്ലെങ്കിൽ അടയാളപ്പെടുത്തുകയില്ല.
ഇങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ആ കുട്ടിയുടെ വ്യവഹാര രീതികളും നൈപുണികളും ഒക്കെ ഇങ്ങനെ എഴുതി വെച്ച് തയ്യാറാക്കുന്ന ലിസ്റ്റിനെയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മൊത്തം പരിശോധിച്ചു. 20 എണ്ണത്തിൽ 15 കാര്യങ്ങൾ ആ കുട്ടിയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ അത് ആ കാര്യങ്ങൾ നമുക്കൊരു മൂല്യനിർണ്ണയത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. ഈ രീതിയാണ് ചെക്ക് ലിസ്റ്റ്. ഇതിൻ്റെ ഗുണം നിരീക്ഷിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളും പട്ടികയിൽ ഉൾപ്പെടുത്താം. നമുക്ക് നിരീക്ഷിക്കപ്പെടേണ്ടുന്ന എല്ലാ ഘടകങ്ങളും നമുക്ക് ആ പട്ടികയിൽ ഉൾപ്പെടുത്താം. 20 കാര്യങ്ങളാണ് നമുക്ക് നിരീക്ഷിക്കേണ്ടത്. ആ കാര്യങ്ങളൊക്കെ താഴെയായിട്ട് നമുക്ക് എഴുതിയിട്ടാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഗുണം. രണ്ടാമതായിട്ട് അത് അങ്ങനെ നമ്മൾ നിരീക്ഷിച്ചിട്ട് കിട്ടുന്ന നിരീക്ഷണ ഫലങ്ങൾ അപ്പോൾ ചിട്ടയായിട്ട് സൂചിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ അതിനൊരു നോക്കിയാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്ന വിധം നമുക്ക് ആ ചെക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അല്ലാതെ നമ്മളൊരാൾ നിരീക്ഷിച്ച് മൊത്തത്തിൽ അങ്ങ് എഴുതി വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാകും. ചെക്ക് ലിസ്റ്റ് ആകുമ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കാര്യങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റൊരാൾക്ക് വളരെ എളുപ്പത്തിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ചെക്ക് ലിസ്റ്റിന്റെ ഗുണം. അടുത്ത ടൂളാണ് റേറ്റിംഗ് സ്കെയിൽ. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ചെക്ക് ലിസ്റ്റിന് സമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് റേറ്റിംഗ് സ്കെയിൽ. റേറ്റിംഗ് സ്കെയിൽ ഈ ചെക്ക് ലിസ്റ്റിനേക്കാൾ കുറച്ചുകൂടി സങ്കീർണമായ ഒരു രൂപമാണ്. അതായത് നേരത്തെ നമ്മൾ ചെക്ക് ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. ചെക്ക് ലിസ്റ്റിൽ ഒരു കുട്ടിയിൽ ഒരു ഗുണമുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു. ഉണ്ടെങ്കിൽ അതിന് നേരെ ടിക്ക് അടയാളപ്പെടുത്തുകയാണ്. പിന്നീട് നമ്മൾ മറ്റൊരു കുട്ടിയെ പരിശോധിക്കുമ്പോൾ ആ കുട്ടിയിൽ ആ ഗുണമുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അപ്പോൾ അതിന് നേരെ ഉണ്ടെങ്കിൽ ടിക്ക് എന്ന് നമ്മൾ അടയാളപ്പെടുത്തും. പക്ഷേ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഗുണം ഒരു കുട്ടിക്ക് നന്നായി ആ ഗുണമുണ്ട്, എന്നാൽ രണ്ടാമത്തെ കുട്ടിക്കും ആ ഗുണമുണ്ട്, പക്ഷേ ആദ്യത്തവനെ പോലെ അത്രയേറെ ഇല്ല. ഈ വ്യത്യാസം രേഖപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല ചെക്ക് ലിസ്റ്റിൽ. രണ്ട് കുട്ടിക്കും നേരെ ഉണ്ട് എന്ന് ടിക്ക് അടയാളപ്പെടുത്തുകയല്ലാതെ ഇവ തമ്മിലുള്ള വ്യത്യാസം, ഒരാൾക്ക് അത് വളരെ കൂടുതലുണ്ട് മറ്റൊരാൾക്ക് അത്ര ഇല്ല എന്ന കാര്യം രേഖപ്പെടുത്തുവാൻ നമുക്ക് ചെക്ക് ലിസ്റ്റിൽ സാധ്യമല്ല. റേറ്റിംഗ് സ്കെയിലിൽ ഇത് ഇങ്ങനെ ഈ വ്യത്യാസം കൂടി അടയാളപ്പെടുത്താൻ സാധിക്കും. ഏതളവിലാണ് ആ ഗുണം കാണപ്പെടുന്നത് എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുവാൻ റേറ്റിംഗ് സ്കെയിലിൽ സാധിക്കും. അതിനു വേണ്ടിയിട്ട് റേറ്റിംഗ് സ്കെയിലിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഒരു ഗുണത്തെ തന്നെ പലതായിട്ട് വേർതിരിച്ച് നന്ന്, ശരാശരി, മോശം എന്നിങ്ങനെ 3 പോയിന്റായിട്ട് നമുക്ക് അതിനെ രേഖപ്പെടുത്താം. ഒരു കുട്ടിയിൽ അത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ശരാശരിയേ ഉള്ളൂ, അല്ലെങ്കിൽ മോശമാണ്, അങ്ങനെ രേഖപ്പെടുത്താമല്ലോ. ഇതിനാണ് 3 പോയിന്റ് സ്കെയിൽ എന്ന് പറയുന്നത്. അങ്ങോട്ടെങ്കിൽ നമുക്ക് 5 പോയിന്റ് സ്കെയിൽ ആക്കാം, അല്ലെങ്കിൽ 7 പോയിന്റ് സ്കെയിൽ ആയിട്ടൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഒരു കുട്ടിയിൽ പല കുട്ടികളിലും പല രൂപത്തിലാണ് ഉള്ളത്, ഓരോ കുട്ടിയിലും ഏത് നിലവാരത്തിലാണ് ഉള്ളത് എന്നുകൂടി രേഖപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സ്കെയിലാണ് റേറ്റിംഗ് സ്കെയിൽ. ആറാമത്തത് ചോദ്യാവലി, ക്വസ്റ്റ്യനെയർ. എന്താണ് ക്വസ്റ്റ്യനെയർ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മൾ കുറെ ആളുകളെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് നമ്മൾ കുറെ ചോദ്യങ്ങൾ നൽകുകയാണ്. അതിൻ്റെ ഉത്തരങ്ങൾ അവർ തന്നെ ഒരു ഫോറത്തിൽ രേഖപ്പെടുത്തി തിരികെ തരുന്നു. ഇതിനെയാണ് ചോദ്യാവലി എന്ന് പറയുന്നത്. നൽകുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പഠനത്തിന് വിധേയരാകുന്ന വ്യക്തികൾ തന്നെ ഒരു ഫോറത്തിൽ രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഉപകരണമാണ് ചോദ്യാവലി. ബാർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ചോദ്യാവലി എന്ന സംജ്ഞ സാമാന്യമായി കുറിക്കുന്നത് ദത്തശേഖരണത്തിനു പാത്രമാകുന്ന ജനസമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന സാമ്പിളിന് നൽകുന്ന ക്രമീകൃതമായ ചോദ്യങ്ങളുടെ സമാഹാരമാണ് എന്നാണ്. ഈ ചോദ്യാവലിയുടെ പ്രത്യേകത, അതിൽ ക്വാളിറ്റേറ്റീവും അതുപോലെ ക്വാണ്ടിറ്റേറ്റീവുമായ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റിയ അയവുള്ള ഒരു ഉപകരണമാണ് ചോദ്യാവലി. ക്വാളിറ്റേറ്റീവ് അഥവാ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്, പാരിമാണികവും അതുപോലെ ഗുണാത്മകവും എന്നാണ് അതിൻ്റെ മലയാളം. അങ്ങനെ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവുമായ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റിയ അയവുള്ള ഒരു ഉപകരണമാണ് ചോദ്യാവലി. ഈ ചോദ്യാവലിയുടെ ഒരു ഗുണം,
ഇതിൽ ഒരു സങ്കീർണമായ പ്രശ്നത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ അല്ലെങ്കിൽ നിരവധി പ്രശ്നങ്ങളെ തന്നെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ചോദ്യങ്ങൾ തയ്യാറാക്കി നൽകാം. അങ്ങനെ അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് വ്യക്തികളിൽ നിന്ന് ശേഖരിക്കാം. ഇതൊക്കെ ചോദ്യാവലിയുടെ ഒരു ഗുണമാണ്. അപ്പോൾ 6ാമത്തെ ടൂളാണ് ചോദ്യാവലി, ക്വസ്റ്റനെയർ. 7ാമത്തേതാണ് മനഃശാസ്ത്ര ശോധകം അഥവാ സൈക്കോളജിക്കൽ ടെസ്റ്റ്. സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മാനവ വ്യവഹാരങ്ങളിലെ തിരഞ്ഞെടുത്ത അംശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ വിവരിക്കാനും അളക്കാനും വേണ്ടി തയ്യാറാക്കുന്ന ഏതൊരു ഉപകരണത്തെയും ഏതൊരു പരിശോധന ഉപകരണത്തെയും നമുക്ക് മനഃശാസ്ത്ര ശോധകമായിട്ട് കണക്കാക്കാം. അഥവാ മനുഷ്യരുടെ പെരുമാറ്റത്തിൽ പലതരം പെരുമാറ്റങ്ങളുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിവരിക്കാനും അളക്കാനും വേണ്ടിയിട്ട് ആണ് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നടത്തുന്നത്. അപ്പോൾ അതിൽ ചില ഉദാഹരണമാണ് ഇന്റലിജൻസ് ടെസ്റ്റ്, ഇന്റലിജന്റ് ടെസ്റ്റ് അഥവാ ബുദ്ധിശോധകം. അത് മറ്റൊന്നാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചി അളക്കുവാൻ വേണ്ടിയുള്ള ടെസ്റ്റ്. പിന്നെ ആണ് താല്പര്യമാപിനി. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഉണ്ട്. ഇത് മാനവ വ്യവഹാരങ്ങൾ അഥവാ മനുഷ്യരുടെ പെരുമാറ്റങ്ങളിലെ തിരഞ്ഞെടുത്ത കാര്യങ്ങളെ സംബന്ധിച്ച് വിവരിക്കാനും അളക്കാനും വേണ്ടി തയ്യാറാക്കുന്ന ഒരു പരിശോധനാ ഉപകരണം. അതാണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഡാറ്റ കളക്ഷൻ വേണ്ടിയുള്ള ടൂൾസിനെ സംബന്ധിച്ചാണ്, അഥവാ ദത്തശേഖരണ ഉപകരണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് ടെക്നിക്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഡാറ്റ ശേഖരിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. പഠനത്തിന് വിധേയമാക്കുന്ന പ്രതിഭാസത്തെ ആഴത്തിൽ പരിശോധിച്ച് പഠനത്തിന് ആവശ്യമായ പുതിയ വിവരങ്ങളോ അഥവാ ദത്തങ്ങളോ ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ മാർഗമാണ് ദത്തശേഖരണ തന്ത്രം എന്നറിയപ്പെടുന്നത്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ അവലംബിക്കാറുള്ള ചില തന്ത്രങ്ങളാണ് താഴെ നൽകുന്നത്. 1 പരിശോധന അഥവാ ടെസ്റ്റിംഗ്, 2 അഭിമുഖം ഇന്റർവ്യൂ, 3ാമത്തേതാണ് സോഷ്യോമെട്രി സാമൂഹ്യ മിതി എന്നാണ് മലയാളത്തിൽ പറയുക, 4ാമത്തേത് പ്രൊജക്റ്റീവ് ടെക്നിക്സ് വിക്ഷേപണ തന്ത്രങ്ങൾ. ഇവ ഓരോന്നും ഏതാണ് എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. 1ാമത്തേത് ടെസ്റ്റിംഗ്, അതായത് മുൻകൂട്ടി എഴുതിയുണ്ടാക്കിയ കുറേ ചോദ്യങ്ങൾക്ക് വാക്കാലോ അല്ലെങ്കിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ പ്രവർത്തന രൂപത്തിലോ ആയിട്ട് ഒരാൾ മറുപടി നൽകുക. ഇതാണ് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മുൻകൂട്ടി എഴുതിയുണ്ടാക്കിയ കുറേ ചോദ്യങ്ങൾക്ക് വാചികമായിട്ടോ ലിഖിത രൂപത്തിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ രൂപത്തിലോ ആയ പ്രതികരണങ്ങൾ നൽകാൻ ആവശ്യപ്പെടുക. ഇതാണ് വിദ്യാർത്ഥികളോട് സാധാരണ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഈ പരിശോധന എന്ന രീതിയാണ് ഉപയോഗിക്കാറുള്ളത്. ഈ രീതിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. കുട്ടികളുടെ കഴിവുകളെക്കുറിച്ചും മാനസിക സവിശേഷതകളെക്കുറിച്ചുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഈ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന രീതിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അടുത്തത് അഭിമുഖം അഥവാ ഇന്റർവ്യൂ. അതെന്താണ് എന്ന് നമുക്കറിയാം, അതുകൊണ്ട് അതെന്താണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. പല രൂപത്തിലുള്ള ഇന്റർവ്യൂകൾ ഉണ്ട്. സർവേ ഇന്റർവ്യൂ, ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ, തെറാപ്യൂട്ടിക് ഇന്റർവ്യൂ, കൗൺസിലിംഗ് ഇന്റർവ്യൂ, അങ്ങനെ പല വിധത്തിലുള്ള ഇന്റർവ്യൂകളുണ്ട്. വിവര ശേഖരണത്തിന് വേണ്ടി നടത്തുന്നവയാണ് സർവേ ഇന്റർവ്യൂ. കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ, നിദാന നിർണയ അഭിമുഖം എന്നാണ് മലയാളത്തിൽ പറയുക, ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ. രോഗങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തെറാപ്യൂട്ടിക് ഇന്റർവ്യൂ നടത്തുന്നത്, ചികിത്സോന്മുഖ അഭിമുഖം എന്ന് മലയാളം. പിന്നെ മറ്റൊന്നാണ് കൗൺസിലിംഗ് ഇന്റർവ്യൂ. വ്യക്തിപരവും വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് കൗൺസിലിംഗ് ഇന്റർവ്യൂ നടത്തുക. അപ്പോൾ സർവേ ഇന്റർവ്യൂ, ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ, തെറാപ്യൂട്ടിക് ഇന്റർവ്യൂ, കൗൺസിലിംഗ് ഇന്റർവ്യൂ. സർവേ ഇന്റർവ്യൂ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി, ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി, തെറാപ്യൂട്ടിക് ഇന്റർവ്യൂ രോഗപരിഹാരത്തിന് വേണ്ടി, കൗൺസിലിംഗ് ഇന്റർവ്യൂ വ്യക്തിപരവും വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഒക്കെയാണ് കൗൺസിലിംഗ് ഇന്റർവ്യൂ നടത്തുന്നത്. ഇങ്ങനെ 4 തരം ഇന്റർവ്യൂ. പിന്നെയും ഇന്റർവ്യൂവിനെ നമുക്ക് 3 തരമായിട്ട് വേർതിരിക്കാം. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ,
അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു അഭിമുഖം നടത്തുന്നതിന് മുമ്പ് തന്നെ ആ അഭിമുഖത്തിൽ ചോദിക്കാൻ ആവശ്യമായ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. അതിനാണ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയാം. ഒരാളെ അഭിമുഖം നടത്തുമ്പോൾ അയാളോട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് മുൻകൂറായിട്ട് എഴുതി വെക്കുന്നു. ആ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്നു. അതാണ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. എന്നാൽ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിൽ അങ്ങനെ ചോദ്യങ്ങൾ മുൻകൂറായി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവില്ല. സാഹചര്യത്തിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുക. അതാണ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അതിൽ ഇന്റർവ്യൂവിന്റെ നേരത്തെ ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കും. എന്നാൽ ആ ചോദ്യങ്ങൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ വേറെയും ചോദ്യങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിലുണ്ടായിരിക്കും. അതാണ് സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. അതിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളോടൊപ്പം തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് വേറെയും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും. അതാണ് സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഇങ്ങനെ 3 തരമായിട്ട് പിന്നെയും നമുക്ക് വേർതിരിക്കാം: സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. അടുത്തത് സോഷ്യോമെട്രി. സോഷ്യോമെട്രി എന്നതിന്റെ മലയാളമാണ് സമൂഹമിതി എന്നത്. ഇത് വികസിപ്പിച്ചെടുത്തത് ആര് എന്ന ചോദ്യം ഉണ്ടായേക്കാം. പ്രത്യേകം ഓർത്ത് വെക്കുക, JL മൊറേനോ ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. സോഷ്യോമെട്രി എന്ന രീതി വികസിപ്പിച്ചെടുത്തത് JL മൊറേനോ ആണ്. ഒരു സാമൂഹിക സംഘത്തിലെ, വേണമെങ്കിൽ ഒരു ക്ലാസ്സിലെ എന്ന് നമുക്ക് സങ്കല്പിക്കാം, ഒരു ക്ലാസ്സിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു രീതി വികസിപ്പിച്ചെടുത്തത്. ഒരു സംഘത്തിലെ അംഗങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന സ്വീകരണ പ്രവണതയും തിരസ്കരണ പ്രവണതയും അളക്കുകയാണ് ഇതിന്റെ രീതി. അഥവാ ഒരു ക്ലാസ് എന്ന് നമുക്ക് സങ്കല്പിച്ചാൽ എളുപ്പം മനസ്സിലാക്കാം. ആ ഒരു ക്ലാസ്സിലെ അല്ലെങ്കിൽ ഒരു സംഘത്തിലെ അംഗങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ബന്ധം, അംഗങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന സ്വീകരണ പ്രവണത, തിരസ്കരണ പ്രവണത, ഇത് അളക്കുകയാണ് സാമൂഹ്യ മിതിയിലൂടെ ചെയ്യുന്നത്. ഒന്നുകൂടി വിശദമായിട്ട് നമുക്ക് പറയാം. ഒരു ക്ലാസ്സിലെ കുട്ടികളോട് നിങ്ങൾ ഈ ക്ലാസ്സിലെ ആരുടെ കൂടെയാണ് കളിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുന്നു. ആ കുട്ടിയുടെ പേര് ഒരു പേപ്പറിൽ എഴുതി തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആരുടെ കൂടെയാണോ കളിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആ കുട്ടിയുടെ പേര് നിങ്ങൾ എഴുതി തരൂ എന്ന് കുട്ടികളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ കുട്ടികളെല്ലാം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ പേര് എഴുതിയിട്ട് തരുന്നു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ കുട്ടികൾ എഴുതി തന്ന ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പല കാര്യങ്ങളും കണ്ടെത്താൻ സാധിക്കും. അഥവാ ആ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആരുടെ പേരാണ് എഴുതിയത് എന്ന് പരിശോധിക്കാം. അങ്ങനെ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതിയിട്ടുള്ള വ്യക്തിയെയാണ് സ്റ്റാർ എന്ന് വിളിക്കുന്നത്. അതേപോലെ ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കിയെടുക്കാം. ചില കുട്ടികൾ തമ്മിൽ ഗാഢമായ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ അത്തരം ചെറു സംഘങ്ങളെയാണ് ക്ലിക്കുകൾ എന്ന് പറയുന്നത്. ക്ലിക്ക് എന്ന് പറഞ്ഞാൽ 5-6 കുട്ടികൾ അവർ തമ്മിൽ, ആ 100 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 5-6 കുട്ടികൾ തമ്മിൽ വളരെ അടുത്ത, വളരെ ഗാഢമായ ബന്ധമുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചേക്കാം. അത്തരം ചെറു സംഘങ്ങളെയാണ് ക്ലിക്ക് എന്ന് പറയുന്നത്. എന്നാൽ ചില കുട്ടികളുടെ കൂടെ കളിക്കാൻ ആരും താല്പര്യപ്പെടുന്നുണ്ടാവില്ല. ചില കുട്ടികളുടെ പേര് ആരും എഴുതിയിട്ടുണ്ടാവില്ല. അത്തരം കുട്ടികളെയാണ് ഒറ്റപ്പെട്ടവർ അഥവാ ഐസോലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ലിക്കുകൾ, സ്റ്റാറുകൾ, ഐസോലേറ്റ്സ് എന്നിവയൊക്കെ കണ്ടെത്താൻ നമുക്ക് സോഷ്യോമെട്രി വഴി സാധിക്കുന്നതാണ്. കുട്ടികൾ തമ്മിലുള്ള ഈ ബന്ധത്തെ അളക്കുവാൻ സാധിക്കുന്ന ഒരു ഉപകരണമാണ് സോഷ്യോമെട്രി. സോഷ്യോമെട്രി സംബന്ധമായിട്ട് കൊണ്ട് നിരവധി ചോദ്യങ്ങൾ കേട്ടറ്റ് പരീക്ഷയിൽ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒന്ന്, ദ പർപ്പസ് ഓഫ് സോഷ്യോമെട്രി ഈസ്, സോഷ്യോമെട്രി കൊണ്ടുള്ള ലക്ഷ്യം എന്താണ് എന്നതാണ് അവിടെ ശരിയിട്ടിരിക്കുന്നത്. ഡി ആണ്, നമുക്ക് കാണാം, അത് തന്നെയാണ് ശരിയും. ഐഡന്റിഫൈങ് ദ സോഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ തമ്മിലുള്ള സാമൂഹ്യ ബന്ധങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് സോഷ്യോമെട്രി ഉപയോഗപ്പെടുത്താം. മറ്റൊരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ്,
ക്ലാസ്സിലെ സാമൂഹ്യ ബന്ധങ്ങൾ വിലയിരുത്തുന്നതിനിടയിൽ ഒരു കുട്ടിയെ മറ്റെല്ലാവരും അംഗീകരിക്കുന്നതായി കണ്ടു. അവനെ എന്തു പറയാം? While assessing the social relationships in a classroom, it is found that one child is well accepted by all members in the class. He is known as. അപ്പോൾ എല്ലാ കുട്ടികളും അംഗീകരിക്കുന്ന കുട്ടിയെ എന്താണ് വിളിക്കുക എന്ന് നമ്മൾ പറയുകയുണ്ടായി? സ്റ്റാർ. സ്റ്റാർ എന്നാണ് ശരിയായ ഉത്തരം. അപ്പോൾ സോഷ്യോമെട്രി എന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതുണ്ട്. വേറെയും ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി വിക്ഷേപണ തന്ത്രങ്ങൾ അഥവാ പ്രൊജക്റ്റീവ് ടെക്നിക്സ്. നേരത്തെ നമ്മൾ ഇന്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞു, സോഷ്യോമെട്രിയെ കുറിച്ചും ഒക്കെ, അങ്ങനെ ക്വസ്റ്റ്യനറിനെ കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. അതിലൊക്കെ ഒരാളോട് നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനവർ കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. എന്നാൽ ചില കുട്ടികൾ ഒരുവിധ മറുപടിയും നൽകുകയില്ല, അവർ പ്രതികരിക്കുകയില്ല. ഇൻട്രോവേർഷൻ ഉള്ള കുട്ടികളാണ് പ്രത്യേകിച്ചും അങ്ങനെ പെരുമാറുള്ളത്. അഥവാ ഉള്ളിലുള്ളത് ഒരിക്കലും തന്നെ പുറത്ത് പ്രകടിപ്പിക്കാൻ അവർ തയ്യാറാവുകയില്ല. അത്തരം വ്യക്തികളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും എടുക്കുന്നതിന് വേണ്ടി, വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. അഥവാ ഒരു വ്യക്തിയിൽ നിന്നും നേരിട്ട് ശേഖരിക്കാനാവാത്ത ഡാറ്റകൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് ഈ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന ഗണത്തിൽ ഉൾപ്പെടുന്നത്. പ്രത്യക്ഷ മൂല്യനിർണയത്തിന് വഴങ്ങാത്ത ചില വ്യക്തിത്വ സവിശേഷതകളുണ്ട്. അതിയായ ആത്മപരത അഥവാ ഇൻട്രോവേർഷൻ ഉള്ള കുട്ടി തൻ്റെ ഉള്ളിലുള്ളത് വെളിവാക്കാൻ ഒരിക്കലും തന്നെ തയ്യാറാവുകയില്ല. അവന് അതിൽ ഒരു പ്രയാസമായിരിക്കും. അവൻ ഒന്നും തുറന്നു പറയുകയില്ല. അപ്പൊ അങ്ങനെ തുറന്നു പറയാത്ത വ്യക്തികളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. ഇത്തരം കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള ഭാവങ്ങളെ അവരറിയാതെ പുറത്തേക്ക് കാണിക്കുന്ന രൂപത്തിലുള്ള, അതിനെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ചോദകം നൽകുക. അവർ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ അവരെ നിർബന്ധിതമാക്കുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. ഉദാഹരണമായിട്ട് ഒരു പ്രത്യേക സന്ദർഭത്തെ ആധാരമാക്കിയുള്ള ഒരു ചിത്രം കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഉള്ളടക്കം പറയാൻ കുട്ടിയോട് പറയാം. ആ ചിത്രത്തെക്കുറിച്ച് പറയാം. അപ്പോൾ കുട്ടി തൻ്റെ അനുഭവങ്ങളുടെയും മോഹങ്ങളെയും മോഹഭംഗങ്ങളെയും ഒക്കെ വിക്ഷേപിക്കുന്ന രീതിയിലായിരിക്കും ആ കുട്ടി പറയാം. ആ ചിത്രം കാണുമ്പോൾ കുട്ടി ആ കുട്ടിയുടേതായ മാനസിക നില വെച്ചിട്ടാണ് അതിനെക്കുറിച്ച് പറയുക. അപ്പോൾ ആ കുട്ടിയുടെ ഉള്ളിലുള്ള വികാരങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് അതുവഴി സാധിച്ചേക്കാം. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില ടെസ്റ്റുകളുണ്ട്. ഒന്നാണ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഇതിന് ഈ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ മുറേ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചിട്ടുള്ള തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അഥവാ ടാറ്റ്. ഇതൊക്കെ ഇങ്ങനെ ഉള്ള വിക്ഷേപണ തന്ത്രങ്ങളാണ്. അഥവാ പുറത്തേക്ക് വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ തയ്യാറാവാത്ത, തുറന്നു പറയാൻ തയ്യാറാവാത്ത ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള ഭാവങ്ങളെ അവൻ അറിയാതെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ചില ടെക്നിക്സ് ആണ് വിക്ഷേപണ തന്ത്രങ്ങൾ അഥവാ പ്രൊജക്റ്റീവ് ടെക്നിക്സ്. ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. താഴെ പറയുന്നവരിൽ വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൊജക്റ്റീവ് ടെസ്റ്റ് യൂസ്ഡ് ടു അസസ് പേഴ്സണാലിറ്റി? അപ്പോൾ 4 ഓപ്ഷൻ നൽകിയിരിക്കുന്നു. കേസ് സ്റ്റഡി, MMPI, TAT, ചോദ്യാവലി. ഇതിൽ കേസ് പഠനം നമുക്കറിയാം, അതൊരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് അല്ല. MMPI ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. TAT, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, അതൊരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം C ആണ്. TAT, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇതുപോലുള്ള മറ്റൊരു ചോദ്യമാണ്, പ്രക്ഷേപണ തന്ത്രത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? വിച്ച് വൺ ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ പ്രൊജക്റ്റീവ് ടെക്നിക്? പ്രൊജക്റ്റീവ് ടെക്നിക്കിന് ഉദാഹരണമല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്, സോഷ്യോമെട്രി. ഇതിൽ 2 കാര്യങ്ങളെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയൂ. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, സോഷ്യോമെട്രി എന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ ബാക്കി 2 കുറിച്ച് നമുക്ക് അറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കും.
അതാണ് ഇത്തരം ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത. ഇങ്ങനെ ഓപ്ഷൻസ് നൽകിയിരിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്. നമുക്ക് എല്ലാറ്റിനെ കുറിച്ചും അറിഞ്ഞില്ലെങ്കിലും ചില ഉത്തരങ്ങളൊക്കെ എഴുതാൻ സാധിച്ചു എന്ന് വന്നേക്കും. ഇതിൽ സോഷ്യോമെട്രി എന്നത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അത് ഒരു പ്രക്ഷേപണ തന്ത്രമല്ല, അഥവാ പ്രൊജക്റ്റീവ് ടെക്നിക് അല്ല എന്ന് നമുക്കറിയാം. നമ്മൾ വേറെ തന്നെ പഠിച്ച ഒരു കാര്യമാണ്. പ്രൊജക്റ്റീവ് ടെക്നിക് പഠിച്ചപ്പോൾ നമ്മൾ തീമാറ്റിക് അപ്പർസെപ്ഷനെ പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലോട്ട് ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലെവിടെയും നമ്മൾ സോഷ്യോമെട്രിയെ കുറിച്ച് പറയുന്നില്ല. സോഷ്യോമെട്രി വേറെ ഒന്നാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് സോഷ്യോമെട്രി ഈ പ്രക്ഷേപണ തന്ത്രത്തിൽ പെടാത്തതാണ്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റും സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റും നമുക്ക് അറിയില്ലെങ്കിലും സോഷ്യോമെട്രി പ്രക്ഷേപണ തന്ത്രത്തിൽ പെട്ടതല്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് സോഷ്യോമെട്രി എന്നതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അത് പ്രക്ഷേപണ തന്ത്രത്തിന്റെ ഉദാഹരണമല്ല.